ഇന്ത്യ എന്തുകൊണ്ടാണ് ഒരു മിലിറ്ററി അറ്റാക്കിന് തയ്യാറാകുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി ഇന്ത്യ സൂക്ഷ്മമായി ആസൂത്രണം ചെയ്യുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അതാണ് പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്താണെന്നറിയോ പ്രധാനമന്ത്രി പറഞ്ഞത്? തിരഞ്ഞെടുത്ത് തന്നെ ഞങ്ങൾ ഈ ടെററിസ്റ്റുകളെ അറ്റാക്ക് ചെയ്യും എന്നാണ് പറഞ്ഞത്. തിരഞ്ഞെടുത്ത് ഞങ്ങൾ ഈ ഭീകരവാദികളെ അറ്റാക്ക് ചെയ്യുമെന്ന് മാത്രമല്ല, എൻഡ് ഓഫ് ദി എർത്ത് എന്നാണ് പറഞ്ഞത്. ഭൂമിയുടെ ഏത് അറ്റം വരെ പോയാലും അവിടെ വരെ പോയി ഞങ്ങൾ ടെററിസ്റ്റുകളെ അറ്റാക്ക് ചെയ്യുന്നതാണ്. പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യുന്നല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്, ടെററിസ്റ്റുകളെ അറ്റാക്ക് ചെയ്യുന്നതാണ്. ആരാണ് ഈ പറയുന്ന പഹൽഗാം അറ്റാക്ക് നടത്തിയതായിട്ട് ക്ലെയിം ചെയ്തത് റെസിസ്റ്റൻസ് ഫോഴ്സ് ആണ്, അല്ലെ? TRF എന്ന് പറയുന്ന സംഘടന ആരുടെ സംഘടനയാണ്? ആരുടെ ആമാണ്? ലഷ്കർ എ തൈബയുടെ ആമാണ്. ലഷ്കർ എ തൈബയുടെ സ്ഥാപകൻ ആരാണ്? ഹഫീസ് സയ്യിദാണ്. ഹഫീസ് സയ്യിദിനെ ഉന്നം വെച്ചുകൊണ്ടായിരിക്കും ഇന്ത്യ അതിന്റെ സൈനിക നീക്കം നടത്തുക എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാൻ മാത്രം ഇന്റർനാഷണൽ ഫോറത്തിൽ ആവശ്യപ്പെട്ടതിന്റെ പ്രകാരം നിങ്ങൾക്ക് അറിയാവോ, ഹാഫീസ് സയ്യിദിന്റെ തലയ്ക്ക് $1 കോടി പ്രഖ്യാപിച്ചു US, അമേരിക്ക പ്രഖ്യാപിച്ചു. ഇയാൾ ഒരു ഇന്റർനാഷണൽ ടെററിസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് കൈമാറണം, ഇല്ലെങ്കിൽ നിങ്ങൾ കണ്ടെത്തുന്നവർക്ക് അല്ലെങ്കിൽ കൊല്ലുന്നവർക്ക് $1 കോടി അമേരിക്ക വാഗ്ദാനം ചെയ്തത് 2008 മുംബൈ അറ്റാക്കിന് ശേഷം. അത്ര വലിയ സമ്മർദ്ദമായിരുന്നു ഇന്ത്യ അമേരിക്ക മുകളിൽ അന്ന് ചെലുത്തി. അമേരിക്ക ഇടപെടണം എന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ ആ ഹഫീസ് സയ്യിദിനെ എല്ലായ്പ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരുന്നത് ഈ പാകിസ്ഥാന്റെ ഈ പറയുന്ന ഭരണകൂടങ്ങളാണ്. അത് ഏതൊക്കെ ഭരണകൂടം മാറി വന്നിട്ടുണ്ടെങ്കിലും പാകിസ്ഥാനിൽ ഹഫീസ് സയ്യിദ് വളരെ വളരെ എന്താ പറയുക സുരക്ഷിതനായിരുന്നു. ഇപ്പൊ എന്താ സ്ഥിതി എന്നറിയോ? ഇപ്പോഴും ജയിലിലാണ് ഇന്റർനാഷണൽ ഫോറത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സാറ്റലൈറ്റ് ഫോട്ടോസ് വന്നിട്ടുണ്ട്, ഇന്റർനാഷണൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. എന്താണ്? ലാഹോറിൽ മൊഹല്ല ജോഹർ എന്ന് പറഞ്ഞൊരു നഗരത്തിൽ, വളരെ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള നഗരമാണ്. ആ മൊഹല്ല ജോഹറിൽ വളരെ സുഖകരമായിട്ട് ഹാഫീസ് സയ്യിദ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. 116E എന്നുള്ള ഒരു ഫ്ലാറ്റിലാണ് അദ്ദേഹം താമസിക്കുന്നത്. മാത്രമല്ല ആ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ? ഒരു പ്രത്യേക പാർക്ക്, ഒരു മദ്രസ, ഒരു പള്ളി, ആവശ്യത്തിന് വെഹിക്കിൾസ്, ആവശ്യത്തിന് ബോഡി ഗാർഡ്സ്, ഇത്രയും നൽകിയിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇന്ത്യ ഇങ്ങനെ ആക്ഷൻ പ്ലാൻ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്ന പാകിസ്ഥാൻ വലിയ രീതിയിൽ ഹാഫീസ് സയ്യിദിന് സെക്യൂരിറ്റി കൊടുത്തിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ആംഡ് ഫോഴ്സ് ആണ് ഹാഫീസ് സയ്യിദിന് ഇപ്പോൾ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താണ് പ്രധാനമന്ത്രി പറഞ്ഞത്? ഇനി ആ പ്രധാനമന്ത്രി സ്പീച്ച് ഒന്ന് ഡിസക്ട് ചെയ്ത് നോക്കിയേ. കൃത്യമായിട്ട് ആ ടെററിസ്റ്റിനെ തന്നെയാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നതാണ്. ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ടോ? നിങ്ങൾ എന്താ പറഞ്ഞത്? അവസാനം പറഞ്ഞത് നിങ്ങൾ ഒരു തീരുമാനം എടുത്തു, നിങ്ങളുടെ മോഡ് ഓഫ് ഓപ്പറേഷൻ നിങ്ങൾ തീരുമാനിച്ചോളൂ, നിങ്ങൾ എവിടെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു തീരുമാനിച്ചോളൂ, നിങ്ങളുടെ സമയവും തീരുമാനിച്ചോളൂ, ആ സമയത്ത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അനുമതി തരും എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ കൃത്യമായി ഹഫീസ് സയ്യിദിനെ ഉന്നം വെച്ചുകൊണ്ടുള്ള ഒരു അറ്റാക്ക് ആയിരിക്കും അവിടെ നടത്താൻ പോകുന്നത്. അത് തന്നെ അങ്ങനെ മാത്രമേ. ലഷ്കർ എ തൈബയാണ് ഇന്ത്യയിൽ നിരന്തരമായി തീവ്രവാദി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ പിടിച്ചെങ്കിൽ മാത്രമേ ഈ കാര്യം അവസാനിപ്പിക്കാൻ കഴിയൂ എന്ന് കൃത്യമായി ഇന്ത്യക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ആസൂത്രണമാണ് നടക്കുന്നത്. ഒരു കാര്യം കൂടി അവസാനിപ്പിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ഒറ്റ മിനിറ്റ്, അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ ഹഫീസ് സയ്യിദിനെ നേരെ പോയി ഇന്ത്യ അറ്റാക്ക് ചെയ്യുകയും കൊല്ലുകയും ചെയ്താൽ അമേരിക്ക അബോട്ടാബാദിൽ ഒന്ന് അറ്റാക്ക് ചെയ്തത് പോലെ ഒന്നും പാകിസ്ഥാൻ ക്ഷമിക്കാൻ കഴിയില്ല. അത് അമേരിക്കയാണ്. ഇന്ത്യ അങ്ങനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയ അഭിമാന പ്രശ്നമായി മാറും. മാത്രമല്ല ഇന്റേണൽ ആയ ഒരു കലാപം ഉണ്ടാവും. അവിടെ ആഭ്യന്തര കലാപം ഉണ്ടാകും. ഹഫീസ് സയ്യിദിനെ ഇന്ത്യ അറ്റാക്ക് ചെയ്യുകയും കൊല്ലുകയും ചെയ്താൽ ആഭ്യന്തര കലാപം ഉണ്ടാകുന്ന ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യവുമായി യുദ്ധം ചെയ്യാൻ കഴിയില്ല. ആ ബുദ്ധിയോടുകൂടിയാണ് ഇന്ത്യ എല്ലാത്തിനും തയ്യാറെടുക്കുന്നതെന്നാണ് എന്റെ വിലയിരുത്തൽ.